ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ദൈവാലയം എല്ലായിടത്തും അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം അതത് കാലം അവിടുത്തെ അഭിഷിക്തന്മാരെ, അവിടുത്തെ ദാസരെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ ആലയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവാലയത്തിന്റെ ചില പ്രാധാന്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉറങ്ങരുത്. ഉറക്കം വന്നാൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയണം കേട്ടോ. ചുമ്മാ ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ മതി, ഉറക്കം മാറിപ്പോകും കേട്ടോ. അഥവാ ഉറക്കം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവീയത ഉറങ്ങരുത്. ഇപ്പോഴേ ഉറക്കം പറഞ്ഞ ഉറങ്ങരുത്. അഥവാ ഉറക്കം വന്നാലും ഞാൻ ഉറങ്ങില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തീരുമാനം എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കേട്ടില്ലേ? മതി. പ്രിയമുള്ളവരെ, ദൈവ ആലയം, എന്താണ് ദൈവാലയം? ഒരു ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കി. എന്താണ് ദൈവാലയം? ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവാലയം. ഇത് ദൈവാലയമാണോ? എല്ലാവരും പോയി. ഇത് ദൈവാലയമാണോ? ദൈവം വസിക്കുന്ന ഇടം ദൈവാലയമാണ് എങ്കിൽ ഇത് ദൈവാലയമാണോ? ആണ്. കാരണം ദൈവനാമത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവാലയം. അങ്ങനെയെങ്കിൽ എന്തല്ല ദൈവാലയം? ഒരു കെട്ടിടമല്ല ദൈവാലയം. ഹല്ലേലൂയ. ഈ സ്ട്രക്ചർ അല്ല ദൈവാലയം. ഹല്ലേലൂയ. ഇവിടുത്തെ ശുശ്രൂഷകനും കമ്മിറ്റിയും കുറച്ച് കുടുംബങ്ങളും ചേരുന്നതല്ല ദൈവാലയം. അരുവിയോടായാലും എവിടെയായാലും അല്ല. മനസ്സിലായി? ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവാലയം. ഹല്ലേലൂയ. ദൈവം വസിക്കുക എന്നർത്ഥമാക്കുന്നത് ദൈവം കൂടെ വസിക്കുക, അല്ലെ? കൂടെ ആയിരിക്കുക. ദൈവത്തിന്റെ ആലയം. പ്രിയമുള്ളവരെ, തിരുവെടുത്ത് നാം പഠിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യകാലത്ത് ദൈവാലയം ഉണ്ടായിരുന്നോ? ആദ്യകാലത്ത് നമുക്ക് ഉൽപ്പത്തിയിലോട്ട് പോകാം. ഉൽപ്പത്തി 1-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു, അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ച് ഏതനിലാക്കി. ദൈവാലയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ജാനി ടീച്ചർ എല്ലാത്തിനും ഉത്തരം തരുന്ന ജാനി ടീച്ചർ പറഞ്ഞു ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞു ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു. എന്തായാലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ജാനി ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ആരംഭ അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ആലയത്തെ കണ്ടില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു. സന്ധ്യയാകുമ്പോൾ, വെയിലാകുമ്പോൾ തമ്പുരാൻ ഇറങ്ങി വരും. ആദാമിനോടും ഹവ്വയോടും ഒപ്പം നടക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ജാനി ടീച്ചർ പറഞ്ഞത് ശരിയാണ്. അവിടെ ദൈവം വസിക്കുന്ന ഇടമായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ സ്ട്രക്ചർ ആയിട്ടുള്ള ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം അവരോടൊപ്പം നടക്കുകയാണ്. ദൈവത്തിന്റെ തേജസ്സിൽ, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഏതനിലാക്കി അതിനെ കാക്കുവാനും പരിപാലിപ്പാനും അവിടെ വേല ചെയ്യുവാനും അവരോട് കൽപ്പിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും തമ്പുരാൻ ഇറങ്ങി വന്ന് അവരോടൊപ്പം നടക്കും. എങ്ങനെയാണ് നടക്കുന്നത്? ഞാനും അച്ഛനും ഒരുമിച്ച് തോളിൽ കയറ്റി നടക്കുന്നത് പോലെ, സ്നേഹിതരെ പോലെ സന്തോഷമായിട്ട് നടക്കും. കുശലാന്വേഷണങ്ങൾ പറയും, സ്നേഹാന്വേഷണം നടത്തും. ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ അവരോട് പറയും, പരസ്പരം പറയും. ദൈവം ചേർന്ന് നടന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ആദാമും ഹവ്വയും വിശുദ്ധരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ദൈവം വിശുദ്ധനാണ്. വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. മനസ്സിലാവണോ? ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിൽ അശുദ്ധി ലേശവുമില്ല. ആദിയിൽ ഏദനിൽ ദൈവം ആദാമിനോടും ഹവ്വയോടും ഒപ്പം വെയിലാകുമ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ, ദൈവം ഇറങ്ങുമെന്ന് ഒരുമിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കണമെങ്കിൽ അപ്പോൾ ആദാമിലും ഹവ്വയിലും എന്തില്ലായിരുന്നു? അശുദ്ധിയില്ലായിരുന്നു, പാപമില്ലായിരുന്നു. എന്തുണ്ടായിരുന്നു? ദൈവ തേജസ്, വിശുദ്ധി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന ഇടമായി തീർന്നു. സന്തോഷം, ഹാപ്പി, വളരെ സന്തോഷമായിട്ട് അവർ മുമ്പോട്ട് ജീവിതം നയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ,
ഒരുത്തൻ ഇതിനിടയിലേക്ക് കടന്നു വരുന്നു. അടുത്ത കഥാപാത്രം ആരാണ്? പാമ്പ്. പാമ്പ്, പിശാച്, തന്ത്രശാലി, സൂത്രശാലി, കുബുദ്ധി വന്നിട്ട് ഹവ്വായോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? സുന്ദരിയായ ഹവ്വായെ, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹവ്വ പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും കഴിക്കാം, പക്ഷേ പ്രത്യേക വൃക്ഷഫലം, അറിവിനെ കുറിച്ചുള്ള നന്മ തിന്മകളുടെ വൃക്ഷഫലം എന്ത് ചെയ്യരുത്? കഴിക്കരുത്. കഴിക്കുന്ന നാൾ നിങ്ങൾ മരിക്കും. അങ്ങനെ പറഞ്ഞപ്പോ പാമ്പ് തിരിച്ചു പറഞ്ഞു, അയ്യോ അങ്ങനല്ല, നിങ്ങൾ തിന്നാൻ മരിക്കത്തില്ല, നിങ്ങളത് തിന്നുമ്പോൾ ദൈവത്തെ പോലെ ആകും. അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ അത് തിന്നുമ്പോൾ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും. തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ ഹവ്വായ്ക്കൊരു ചിന്ത. എന്താണ്? കൊള്ളാം, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആള് അങ്ങേരെ പോലെ ആവാതിരിക്കാൻ ഇങ്ങനെ ഒരു കുബുദ്ധി പ്രയോഗിച്ച് പഴം തിന്നാതെ ഞങ്ങളെ വിലക്കിയതാണ്. ഞങ്ങൾക്ക് ആരെ പോലാകണം? ദൈവത്തെ പോലാകണം. ഹവ്വ അതിനെ പറിച്ച് കഴിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. പ്രിയമുള്ളവരെ, ആരാണ് ഇതിനു വേണ്ടി പ്രലോഭിപ്പിച്ചത്? ആര്? പിശാച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം പഠിക്കണം. ഇവന്റെ പണി ഇത് തന്നെയാണ്. ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് കീഴെ വീണവനാണ്. വീണ്ടും ഇതിനിടയിലെ ദൈവം ഏറെ മനോഹരമായ ഒരു കുടുംബത്തെ, മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം പറയുന്നത് അനുസരിച്ച് ദൈവ തേജസ്സിലും ജീവിക്കുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചപ്പോ കുശുമ്പ് തോന്നി, അസൂയ തോന്നി. അവരുടെ ഇടയിലേക്ക് നൂഴ്ന്ന് കയറിയിട്ട് പറഞ്ഞു, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കത്തില്ല, ദൈവത്തെ പോലെ ആകും. ഒരിക്കൽ അങ്ങനെ ആകാൻ ശ്രമിച്ചിട്ട് താഴെ വീണവൻ ഇവരെ പറ്റിക്കുക. പ്രിയമുള്ളവരെ, ആരുടെ അടുക്കലാണ് വന്നത്? ഹവ്വയുടെ അടുക്കലാണ് വന്നത്. ഹവ്വയെ ആർക്ക് വേണ്ടിയാണ് ഒരുക്കിയത്? ആദമിന് വേണ്ടിയാണ്. എങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചത്? ആദമിൽ നിന്നും വാരിയെടുത്തിട്ട് സ്ത്രീയെ ഉണ്ടാക്കി കൊണ്ട് മുമ്പ് നിർത്തി കൊടുത്തു. അപ്പോൾ ആദം പറഞ്ഞു, ഇവളെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം, അതുകൊണ്ട് ഇവളെ നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് എന്നിട്ട് ഹവ്വ എന്ന് പേരിട്ടു. ഹവ്വ എന്ന് ആരാണ് പേരിട്ടത്? ആദം പേരിട്ടു. അങ്ങനെ ദൈവം ഹവ്വയ്ക്ക് എന്ത് പേരിട്ടു? സ്ത്രീ എന്ന്. എല്ലാവരും പോയി ശ്രദ്ധിച്ചു വായിക്കണേ. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിച്ചു വായിക്കണേ. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അല്ലെ? അവർ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ആദം എന്ന് പേരിട്ടു. അവർക്ക് ദൈവം ഇട്ട പേരാണ് ആദം. ശ്രദ്ധിച്ചു വായിച്ചോ. മനുഷ്യൻ അവർക്ക് കൊടുത്ത പേര് നരനിൽ എടുത്തത് കൊണ്ട് ഇവിടെ നാരിയാകും. ജീവനുള്ളവർക്കൊക്കെ ഇപ്പോൾ മാതാവല്ലോ എന്ന് പറഞ്ഞ അവൾക്ക് എന്ത് പേരിട്ടു? ഹവ്വ എന്ന് വിളിച്ചു. അപ്പൊ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? പുരുഷന് വേണ്ടി, ആദമിന് വേണ്ടി. പക്ഷെ ഇവൾ ചെയ്തത് എന്താണ്? അല്ലെങ്കിൽ ആദം ചെയ്തത് എന്താണ്? അസ്ഥിയിൽ നിന്ന് അസ്ഥി എടുത്തിട്ട്, മാംസത്തിൽ നിന്ന് മാംസം എടുത്തിട്ട് ഉണ്ടാക്കിയ ഈ സ്ത്രീ, ചേർന്നിരിക്കേണ്ട സ്ത്രീ എപ്പോഴോ അല്പം അകലം വിട്ട് മാറി നടന്നു. ആ തക്കം ആര് പ്രയോജനപ്പെടുത്തി? പിശാച് ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, ചേർന്നിരിക്കാനായിട്ട് നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് ചേർന്നിരിക്കണം, അകലം വിടരുത്, ഒരുമിച്ചിരിക്കണം. ഹല്ലേലൂയ. എന്റെ കൊച്ചമ്മയെ കൂടെ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഇരുന്നോട്ട് നോക്കിയാണ്, നല്ല ആളാണ് പറയുന്നത്. ചേർന്നിരിക്കണം. നിങ്ങളുടെ ഇടയിൽ വിടവുണ്ടാകുമ്പോൾ, അകലമുണ്ടാകുമ്പോൾ, നിങ്ങൾ മാറിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട്. വന്നിട്ട് പലതുമൊക്കെ പറഞ്ഞു തരും. അവന്റെ പേരാണ് ശത്രു. അയൽവക്കത്തെ ആ ചേച്ചി അല്ല അത്, അമ്മ അല്ല അത്, അല്ലെ അമ്മ അല്ല, അപ്പനല്ല, സഹോദരങ്ങളല്ല അത്. ആ ശത്രുവിന്റെ പേരാണ് പിശാച്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ചാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഗ്യാപ്പിടരുത്. ചേർന്നിരുന്നോളൂ. എന്റെ ചേട്ടൻ, എന്റെ ഭാര്യ, അങ്ങനെ ചേർന്നിരുന്നോളൂ കേട്ടോ. ചേർന്നിരുന്നോളൂ. എന്റെ മക്കൾ, അങ്ങനെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്.
ഒത്ത് ഒരുമിച്ച്, ഒത്ത് ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞത് ദൈവാലയത്തെ കുറിച്ചാണ്. ദൈവം ചേർന്ന് വസിച്ച ഇടത്ത് പാപം വന്നു, പിശാച് വന്നു. പാപം അവർ വന്നപ്പോൾ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം അവർ എന്ത് ചെയ്തു? ദൈവ തേജസ് നഷ്ടപ്പെടുത്തി അശുദ്ധരായി. അവർ നഗ്നരെന്ന് മനസ്സിലാക്കി ഓടി ഒളിച്ചിട്ട് എന്താണ് ചെയ്തത്? അയ്യേ, നമ്മൾ നഗ്നരാണ് എന്ന് അവർ പറഞ്ഞിട്ട് അത്തിയില എടുത്ത് ആദ്യത്തെ ഉടുപ്പ് തുന്നി ഇട്ടു. ഒളിച്ചിരുന്നു. അന്നും വൈകുന്നേരമായി വെയിലാറി. തമ്പുരാൻ ഇറങ്ങി വന്നു. ആദമേ, നീ എവിടെയെന്ന് ചോദിക്കുമ്പോ ഒളിച്ചിരുന്നിട്ട് പറയാണ്, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഞങ്ങൾ നഗ്നരായിപ്പോയി. ഞങ്ങൾ നാണം കൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ നഗ്നരാണെന്ന്? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നിങ്ങൾ കഴിച്ചു. അപ്പോ ആദം പറയും, നീ എനിക്ക് തന്ന സ്ത്രീ നേരത്തെ പറഞ്ഞ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്ന് മാംസം. പ്രിയമുള്ളവരെ, എത്ര സ്നേഹത്തോടെ ഇരുന്നാലും, എത്ര ഉറ്റിരുന്നാലും, എത്ര ചങ്കായിരുന്നാലും, എത്ര പ്രാണനായിരുന്നാലും, ഒരു പ്രശ്നം വരുമ്പോ ഇവിടെ കേട്ട അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മറക്കും, മാംസത്തിൽ നിന്ന് മാംസവും മറക്കും. അതെപ്പോഴും ബോധം വേണം. അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞു, അല്ല എന്റെ പ്രിയ പത്നി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് സങ്കടപ്പെടരുതാണ് മനുഷ്യന്റെ സ്വഭാവം. അവസരം കിട്ടും പോലെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറഞ്ഞു, കുറച്ച് ഇതൊക്കെ കൊടുക്കുകയാണ് അല്ലേ? നെറ്റിയുടെ വിയർപ്പ് കൊണ്ട് ജീവിച്ചോളണം അല്ലേ? നിങ്ങൾ വിതയ്ക്കും, മുള്ളും പറക്കാരെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പാമ്പിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ ഇതുവരെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് പറിച്ച് ഇറക്കി തിന്നുകൊണ്ട് നടന്നതന്നെ നീ വേദനിച്ച് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിന് പുറത്താക്കി, കെരൂബുകളെ കാവലാക്കി. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ശേഷം ദൈവം അവരെ എന്നേക്കും തള്ളിക്കളഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. ശേഷം 2 മക്കൾ അവർക്ക് ജനിച്ചു, കയീൻ, ഹാബേൽ. കയീൻ എന്ത് ചെയ്തു? കൊന്ന. അതിന് മുമ്പേ ചെയ്തതുകൊണ്ട് കയീൻ തന്റെ കാർഷിക വിളയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടുവന്നു. ഹാബേൽ എന്ത് ചെയ്തു? മേൽത്തരമായ നല്ല മേധസ്സുള്ള കൊഴുത്ത ഒരു ആട്ടിൻകുട്ടിയെ ദൈവസന്നിധി ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. കർത്താവ് പ്രസാദിച്ചത് ആരുടെ ആരാധന? നല്ലതർപ്പിച്ച വിലയേറിയതർപ്പിച്ച ഹാബേലിന്റെ ആരാധന. ഹല്ലേലൂയ. നമ്മളെല്ലാം എന്തിനാണ് വന്നത്? അല്ല, എന്തിനു വന്ന്? ആരാധിക്കുക. മേൽത്തരമായതാണോ അർപ്പിച്ചത്? നല്ലതാണോ അർപ്പിച്ചത്? ചിന്തിച്ചു നോക്കണേ. നമുക്ക് അതിലോട്ട് വരാൻ സമയം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാം. ദൈവമേ, സമയം തീരാറായി. അപ്പോ കയീന്റെ ആരാധനയിലല്ല, ഹാബേലിന്റെ ആരാധന ദൈവം പ്രസാദിച്ചു. കയീന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്ത് ചെയ്തു? സഹോദരനെ കൊന്നു. അതിന് മുൻപ് വാണിംഗ് കൊടുത്തു ദൈവം. ചെയ്യരുത്, പാപം ഉണ്ടാകും, നീ കോപിക്കരുത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴടക്കണം. പക്ഷേ കയീൻ കോപത്തെ നിയന്ത്രിച്ചില്ല. അവൻ മുമ്പോട്ട് പോയപ്പോൾ അനുജനെ കൊന്നു. അടുത്ത ഹാബേലിന് പകരം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആദാമിന് ഒരു മകൻ ജനിച്ചു. ആരാണ് ആ മകൻ? ശേത്ത് എന്ന് പേരിട്ടിട്ട് ശേത്തിന് ഏനോഷ് എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന ആരംഭിച്ചു. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ആരാധന ആരംഭിച്ചു. മുമ്പോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ജനത്തിൽ ഭൂരിപക്ഷവും, ഒരു കുടുംബം പോയിട്ട് ഭൂരിപക്ഷം പാപം ചെയ്ത് മ്ലേച്ഛത പ്രവർത്തിച്ച പാപികളായി തീരും. ആ ഒരു കുടുംബം, ദൈവം തിരഞ്ഞെടുത്ത കുടുംബം, നീതിമാനായ നോഹയുടെ കുടുംബം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദിവ്യമായ കൃപ വസിക്കുന്ന ഇടമായിട്ട് നോഹയുടെ കുടുംബവും ശേഷം പെട്ടകവും തീർന്നു. പെട്ടകം കണ്ടോ? വീണ്ടും മുൻപോട്ട് പോകുമ്പോ
നോഹയുടെ വംശത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. താൻ കാണിക്കുന്ന ദേശത്തിലേക്ക് അബ്രഹാമിനോട് പോകുവാൻ പറഞ്ഞു. അബ്രഹാം കണ്ണു അടച്ചുകൊണ്ട് പോയി. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായത്. ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അബ്രഹാമിന്റെ പ്രത്യേകത, പോയ ഇടത്ത് എവിടെയാണോ പോയി കൂടാരം അടിക്കുന്നത് അവിടെ ഒരു യാഗപീഠം പണിയും, ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം പ്രസാദിക്കും, അവന്റെ അതിരുകളെ വിശാലമാക്കും, അവന്റെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കും. അവൻ പോകുന്ന ഇടങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് അവനെ വഴിനടത്തും. ഈ ദൈവം ഇസഹാക്കിനോട് കൂടെ ഇരുന്നു, യാക്കോബിനോട് കൂടെ ഇരുന്നു, 12 ഗോത്രങ്ങളോട് കൂടെ ഇരുന്നു. ഇവർ മിസ്രയീമിൽ പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ശേഷം 430 വർഷക്കാലം ഇവർ ഈ മിസ്രയീമിൽ അടിമത്തത്തിന്റെ കയ്പുനീർ കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയാണ്. ദൈവം എന്നെ കേൾക്കാഞ്ഞു, ദൈവം എന്നെ വിടുവിക്കാതിരുന്നു, ദൈവം എന്ന് അവർക്കൊരു വിമോചനം ഒരുക്കിയില്ല. ദൈവജനമല്ലേ, ദൈവത്തിന് തിരഞ്ഞെടുത്തവരല്ലേ? വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. സമയമായപ്പോൾ ദൈവം മോശയെ അയച്ചു. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് അവരെ വിടുവിച്ചു. മിസ്രയീമിനെ കൊള്ളയിട്ടുകൊണ്ട് സമ്പന്നരായ അവിടുന്ന് അവര് പുറപ്പെട്ടു പോയി. പോയ ഇടങ്ങളിലൊക്കെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്: ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തമ്പുരാന്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചപ്പോൾ അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് എഴുതി വച്ചത്, ദൂതനിലൂടെ അരുളി ചെയ്തത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ. ചങ്കത്ത് കൈവച്ച് പറഞ്ഞു, തമ്പുരാൻ നമ്മോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ മോശ മുൻപോട്ട് നയിക്കുന്നു. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്നു. ദൈവം മുന്നിൽ നടക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. ദാഹജലത്തിന് ദാഹജലം, മാറായുടെ കൈപ്പിൽ അത് രുചികരമാക്കുന്നു. ആഹാരമില്ലാത്തപ്പോൾ മന്ന കൊടുക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ അതിനെ വിഭാഗിക്കുന്നു. പിന്നെ യോശുവയുടെ അമേരിക്കയുടെ മുമ്പില് മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വിജയം കൊടുക്കുന്നു. പറയുന്നത് എന്താണ്? നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് തളരരുത്, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്. എന്ത് പ്രശ്നം വന്നാലും തമ്പുരാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശ്വാസത്തോടെ മുട്ടുമടക്കിയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? വിശ്വാസത്തോടെ ആയിരിക്കണം. ഒരു ക്രൈസ്തവ മകൾ വിശ്വാസമുള്ളവരായിരിക്കണം. തമ്പുരാൻ ഏത് പ്രതിസന്ധിയുടെ, ഏത് പ്രതികൂലത്തിന്റെ മധ്യേയും ദൈവം നടത്തുമെന്നുള്ള ഉറപ്പുണ്ടാകണം. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞെരുങ്ങിയ ഞെരുക്കങ്ങളുടെ മധ്യേ, പ്രിയമുള്ളവരെ, ഇങ്ങനെ ടെൻഷനായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഘോരഘോര ഹൃദയത്തിൽ നിറഞ്ഞു പൊങ്ങിയപ്പോൾ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ: യേശുവിൻ രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഓർപ്പിച്ചത്, അവരെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുവായിട്ടും ചെയ്യിച്ചു. ഹല്ലേലൂയ. അത് പിശാചിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഉടൻ കറണ്ടുപോയി. വീണ്ടും യേശുവിന്റെ രക്തം ചെയ്യാൻ വന്നു. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. പിശാചിന്റെ ഏത് പരിപാടി ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. പിടിച്ചു നിൽക്കാനുള്ള ഒരൊറ്റ മാർഗം, ഒരൊറ്റ വഴി, ഒരൊറ്റ ആയുധം: യേശുവിന്റെ രക്തം. അതിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതിലോട്ട് നമുക്ക് വരാം. പ്രിയമുള്ളവരെ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം കൂടെ ഇരിക്കുന്നു, ദൈവം കൂടെ വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു, ദൈവാലയം എന്താണ്? ദൈവാലയം ദൈവം വസിക്കുന്ന ഇടം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് കൂടെ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം എന്താണിപ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ആ യാത്ര എന്താണിപ്പോൾ? ദൈവം കൂടെ വസിക്കുകയല്ലേ? ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചു, കൽപ്പനകൾ കൊടുത്തു. ഇതെല്ലാം കൂടെ വെച്ചൊരു നിയമപ്പെട്ടകം ഉണ്ടാക്കി. അതിന്റെ പ്രത്യേക രീതികളൊക്കെ സ്വർഗത്തിലെ മാതൃകയാണ് കൊടുക്കുന്നത്. സ്വർഗത്തിലെ മാതൃക അത് കൊടുത്ത് ദൈവം പറഞ്ഞ അളവില് അത് നിയമപ്പെട്ടകം ഉണ്ടാക്കി. ശേഷം എന്തെന്നറിയാമോ? ഇത് ഒരിടത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ സമാഗമന കൂടാരം അടിക്കും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, എങ്ങനെ അതിനെ വേർതിരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്പോൾ അവിടെ പുക കൊണ്ട് നിറയും,
മേഘം കൊണ്ട് മൂടും. എന്തുകൊണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധമായ വിശുദ്ധമായ ആ അത്ഭുത പ്രകാശം തേജസ് ഇറങ്ങി വരുമ്പോൾ അത് കാണുന്ന മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ, മരിപ്പാതിരിക്കാൻ ദൈവ കൃപ ചെയ്തിട്ട്, കരുണ കാണിച്ചിട്ട് മേഘം കൊണ്ട് മൂടി അതിനെ മറയ്ക്കും. ഹല്ലേലൂയ. ഒരൊറ്റ മനുഷ്യനും അത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ല. ദാനിയേൽ പറയുന്നു, ഹിദ്ദേക്കൽ നദിയുടെ തീരത്ത് മനുഷ്യപുത്രനെ കാണുമ്പോൾ ഞാൻ വിവശനായി കവിണ്ട് വീണുപോയി. തമ്പുരാൻ പിന്നെ പിടിച്ചു നിർത്തുക, എഴുന്നേൽപ്പിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി വീണുപോയി. ആരെ കണ്ടപ്പോ? പരിശുദ്ധനായ മഹോന്നതനായ കർത്താവിനെ കണ്ടപ്പോൾ. ഏലിയാവ് പറയുന്നു, ഏലിയാവേ എന്ന മൃദുസ്വരം ഹോരേബ് പർവ്വതത്തിന്റെ ഗുഹയ്ക്കുള്ളിലായിരുന്നു കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം, ആ ശബ്ദം, ബിംബശബ്ദം കേൾക്കുമ്പോൾ ഏലിയാവ് ചെയ്യുന്നത് എന്താണ്? പുതപ്പെടുത്ത് മുഖം മറയ്ക്കുന്നു, മൂടിക്കളയുന്നു. കണ്ടാൽ തീർന്നു പോകും, ചത്തുപോകും, മരിച്ചു പോകും, പ്രാണനെ ഭയന്നിട്ട് മൂടിക്കളയും. അപ്പോൾ മേഘം കൊണ്ട് നിറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്ത് അത് കണ്ട് പാപികളായ, ദോഷമുള്ള, അശുദ്ധിയുള്ള ദൈവ തേജസ്സിലേക്ക് അടുത്തു പോകുവാൻ കഴിയാത്ത വിധം ജീവിതത്തിൽ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ, മരിപ്പാതിരിക്കാൻ ദൈവം മേഘം കൊണ്ട് മൂടുക. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദൈവാലയത്തെ എടുത്തുകൊണ്ട് നടക്കുകയാണ്, അല്ലെ? സമാഗമന കൂടാരത്തെ പോകുന്ന എടുത്തൊക്കെ എടുത്തുകൊണ്ട് നടക്കും. പ്രിയമുള്ളവരെ, ദൈവാലയം ചങ്കത്ത് വേണം കേട്ടോ, എടുത്തുകൊണ്ട് നടക്കണം. തമ്പുരാൻ വസിക്കുന്ന ആ ഇടത്തെ നമ്മൾ ചങ്കിൽ ചുമക്കണം, ഹൃദയത്തിൽ ചുമക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുണ്ടാവണം. ദൈവാലയത്തെ സ്നേഹിക്കണം, ദൈവം വസിക്കുന്ന ഇടത്തെ സ്നേഹിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്താണ് പറയുന്നത്? നിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. നിന്റെ ആലയത്തിൽ ഒരു ദിവസം കഴിക്കുന്ന ഒരു ദിവസം വേറെ അനേക ദിവസങ്ങളെക്കാൾ ഉത്തമം. ദുഷ്ടന്റെ കൂടെ ആയിരിക്കുന്നതിനേക്കാൾ നിന്റെ ആലയത്തിലായിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാലയത്തെ സ്നേഹിക്കണം, ദൈവം വസിക്കുന്ന ഇടത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ശേഷം എന്താണെന്നറിയാമോ? ഇത് ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന ഇടത്ത് ഇത് കൊണ്ടൊക്കെ വെച്ച് ഇവരുടെ രാജ്യമായി അല്ലെങ്കിൽ ഒരു സമൂഹമായി കാനാൻ ദേശത്തൊക്കെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി. ആദ്യകാലത്ത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം പഠിക്കും, ഏലി പുരോഹിതന്റെ കാലത്ത് ശീലോവിൽ ദൈവാലയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ നിയമപ്പെട്ടവും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടെയാണ് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത്. വീണ്ടും മുമ്പോട്ട് പഠിക്കുമ്പോൾ നിയമപ്പെട്ടകം പിടിക്കപ്പെടുന്നു, ഫെലിസ്ത്യൻ കൊണ്ടുപോയി. അത് കൊണ്ടുവച്ച ഇടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവർ ഇതിനെ എന്ത് ചെയ്യുന്നു? കാളയുടെ വണ്ടിയിൽ കെട്ടിവെച്ച് ഇതിനെ തിരിച്ചയക്കുന്നു. അത് കൊണ്ടുവച്ച ഇടം അനുഗ്രഹിക്കപ്പെടുന്നു. ശേഷം ദാവീദിന്റെ കാലമായി. ദാവീദ് പറഞ്ഞു, സർവശക്തനായ ദൈവത്തിന് അധിവസിക്കുവാൻ ഞാനൊരു ദൈവാലയം പണിയും. ഹല്ലേലൂയ. ദാവീദിനോട് ദൈവം പറഞ്ഞു, എടാ, നിന്റെ കൈ കൊണ്ട് അത് പണിയത്തില്ല, നിന്റെ കയ്യിൽ രക്തമുണ്ട്, എന്നാൽ നിന്റെ മകൻ അത് പണിയും. ദാവീദിന് ഭയങ്കര ആഗ്രഹം, ദൈവത്തിന്റെ ഒരു ആലയം പണിയാണ്. എന്തിനാണെന്നറിയാമോ? മനോഹരമായ കല്ലുകളൊക്കെ വെട്ടി വലിപ്പമുള്ള കല്ലുകളെ വെട്ടി ഒരുക്കി ഉണ്ടാക്കി, തടികൾ ലോകമെങ്ങിൽ നിന്ന് ശേഖരിച്ചു, വിശേഷപ്പെട്ട സ്വർണം, പൊന്ന്, വെള്ളി എല്ലാം ശേഖരിച്ചു വെച്ചു. ശലോമോന്റെ കാലം എത്തിയപ്പോൾ ഇന്നതെടുത്ത് ഇന്നതുപോലെ ചെയ്യുന്ന പറയേണ്ട കാര്യമുള്ളൂ, എല്ലാം ഒരുക്കി വെച്ചു കൊടുത്തു. ശലോമോന്റെ കാലത്ത് ദൈവാലയം പണിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് നടന്നവർ, ദൈവാലയത്തെ ചുമന്നുകൊണ്ട് നടന്നവർ ഇപ്പോൾ ദൈവത്തിന്റെ ആലയം ഉണ്ടാക്കി, ഒരു ആലയം സ്ട്രക്ചർ ഉണ്ടാക്കി അവിടെ കൊണ്ട് വച്ചിട്ട് പറഞ്ഞു, അല്ലയോ ദൈവമേ, ഇത്രയും ദിവസം ഞങ്ങൾ ചുമന്നുകൊണ്ട് നടന്നതല്ലേ, ഇനി നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വന്ന് കണ്ടോളാം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം അധംപതിച്ചു തുടങ്ങിയ കാലമാണത്. ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ് ദൈവാലയം ഉണ്ടാക്കി. ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ കണ്ണും കാതും ഒക്കെ ഇവിടെ ഇരിക്കണം, നിന്റെ ഹൃദയം ഇരിക്കണം. തമ്പുരാൻ പറഞ്ഞു, ഓക്കെ, ശരി, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. പക്ഷേ കാലം കഴിയുന്തോറും ദൈവാലയത്തിലെ ദൈവ സാന്നിധ്യം മനുഷ്യൻ, ഇസ്രായേൽ ജനം മറന്നിട്ട് അവർ അന്യദേവന്മാരുടെ പിന്നാലെ പോയി. ദൈവാലയം മ്ലേച്ഛമായി തീർന്നു. ബാബേൽ അടിമത്തത്തിന്റെ കാലത്ത് ദൈവാലയം തകർക്കപ്പെട്ടു. പലതരത്തിൽ അതിനെ കൊള്ളയിടപ്പെട്ടു. ആലയത്തെ കുറിച്ചുള്ള എരിവ് വീണ്ടും അവർക്കുണ്ടായി. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്നു. എസ്തേറിന്റെ നേതൃത്വത്തിൽ അവർ ശുശ്രൂഷ ചെയ്തു. പ്രിയമുള്ളവരെ, വചനത്തെ വായിച്ചു കേൾപ്പിച്ചു. അവരുടെ തെറ്റവർക്ക് മനസ്സിലായി. ചങ്കേ ചുമന്നുകൊണ്ട് നടന്ന ദൈവാലയത്തെ
ഒരിടത്ത് കൊണ്ടുവച്ച് ദൈവമേ നീ ഇവിടെ ഇരുന്നോ, സമയം കിട്ടുമ്പോൾ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു പോയത് തെറ്റായി എന്ന് പറഞ്ഞിട്ട് അവർ ആലയത്തെ വിശദീകരിച്ചു. ദൈവാലയത്തിൽ ഒരു സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവം അവർക്ക് നന്മ ഒരുക്കി, അനുഗ്രഹം ഒരുക്കി. പ്രിയമുള്ളവരെ, വചനം മുമ്പോട്ട് പഠിക്കുന്നു, അതിനെ മുമ്പോട്ട് പഠിക്കുന്നു. ആ വീണ്ടും യേശുവിന്റെ കാലം എത്തുമ്പോൾ ഈ ദൈവാലയം വളരെ മനോഹരമായി പണിതിരുന്ന ദൈവാലയം അതിന്റെ അറ്റകുറ്റങ്ങളൊക്കെ തീർത്ത് മനോഹരമാക്കി തീർത്തിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, കർത്താവിനെ ശിഷ്യന്മാരെന്ന് കാണിച്ചിട്ട് പറയും. ഞാൻ കുറെ അധികം സ്കിപ്പ് ചെയ്താൽ മുമ്പോട്ട് പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ആലയം എന്ത് മനോഹരമായി പണിതിരിക്കുന്നു, ഈ ആലയം എന്ത് മനോഹരമായി പണിതിരിക്കുന്നു. കർത്താവ് തിരിഞ്ഞെന്ന് പറയും, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. പ്രിയമുള്ളവരെ, അത് തന്നെ സംഭവിച്ചു. സകലത്തിന്റെയും നാഥനായ തമ്പുരാൻ സ്വർഗാദി സ്വർഗങ്ങളുടെ മഹിമ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ച ദൈവിക സാന്നിധ്യം മനുഷ്യനായി ജഡം ധരിച്ച് കടന്നു വന്ന് തങ്ങളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ, ഇസ്രായേലിന്റെ നടുവിൽ വസിക്കുവാൻ വന്നപ്പോൾ അവർ അവനെ തള്ളിക്കളഞ്ഞു. അവർ അവനെ ക്രൂശിക്കായി നാർത്തു വിളിച്ചു. അവനെ ക്രൂശിച്ച മാത്രമേ സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? മന്ദിരത്തിന്റെ തിരശീല അടിതട്ട് മുടിയോളം അങ്ങറ്റം തുടങ്ങി ഇങ്ങറ്റം വരെ കീറിപ്പോയി. വായിച്ചിട്ടുണ്ടോ നിങ്ങളത്? വായിച്ചിട്ടുണ്ടോ? ഇതുവരെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ അവസരമില്ലാതിരുന്ന ഇടത്ത് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ മനുഷ്യന് കർത്താവ് ഒരു മുഖാന്തരം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ ആലയം ഒരു സ്ട്രക്ചറാണെന്ന്, ഈ കെട്ടിടമാണെന്ന്. ആലയത്തെ വളർത്തുന്ന ആ ചിന്തയോടെ നിങ്ങൾ എന്തെല്ലാം പ്രോജക്റ്റ് വേണോ ഇട്ടോ, എന്ത് കാര്യങ്ങൾ വേണോ ചെയ്തോ, അതിന്റെ സ്ട്രക്ചർ ഏത് രീതിയിൽ വേണോ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം, അധ്വാന ഫലത്തിന്റെ പ്രകാരം കർത്താവിനെ ആശ്രയിച്ച് നിങ്ങൾ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ അതാണ് ദൈവാലയം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ ആലയം ഒരിക്കലും ഈ സ്ട്രക്ചർ അല്ല, ഈ രൂപഘടന അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്ത്? പെട്ടെന്ന് പറ. പിന്നെ എന്താണ് ദൈവത്തിന്റെ ആലയം? അത് പറഞ്ഞാൽ ഇപ്പം നിർത്തും, പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ സമയം എടുക്കും. പോയി എല്ലാവരും ഞാൻ പറയാം. നാം ഇന്ന് വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? മനസ്സിലായ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. പൊറ്റേൽക്കട ഈ സ്ട്രക്ചറാണ് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയരുത്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. അരുവിയോട് കാര്യം പറയരുത്. ദൈവത്തിന്റെ മന്ദിരം നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. പണ്ടത്തെ അതേ അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ഏതെങ്കിലും അനുഭവത്തിലേക്ക് തമ്പുരാൻ കൂടെ വസിക്കാനായിട്ട് കർത്താവ് ഒരുക്കി തന്ന അവസരമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെയും പ്രവേശനമില്ലാതിരുന്ന ഇടത്ത്, ദൈവത്തിന്റെ അതിവിശുദ്ധ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്ത് മനുഷ്യന് പ്രവേശനം കൊടുത്ത തമ്പുരാൻ കാൽവരിയിൽ കീറി മുറിക്കപ്പെട്ട യാഗമായി തീർന്നപ്പോൾ തടസ്സമായി നിന്ന തിരശീല കീറിപ്പോയി. ആർക്കും വരാം. ഹല്ലേലൂയ. ഇപ്പോൾ തമ്പുരാൻ നിങ്ങളിലാണ് വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ഞാൻ ദൈവത്തിന്റെ മന്ദിരം, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരം. നമ്മിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊറ്റേൽക്കട ഇടവകയിലെ പ്രിയമുള്ളവരെ, ശബ്ദപരിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്നിലും നിന്നിലും വസിക്കുന്നത് കർത്താവാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. നമ്മൾ ദൈവത്തിന്റെ ആലയം മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം വസിക്കുന്ന ഇടം എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ 101% തമ്പുരാൻ നമ്മോടൊപ്പമായിരിക്കും. കാരണം അവിടുത്തെ സന്നദ്ധിയിൽ അശുദ്ധി ദേശമില്ല. അശുദ്ധിയിൽ അവിടുന്ന് വസിക്കുന്നില്ല.
നിങ്ങൾ വായിക്കണം. സഖര്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. കുറിച്ചിട്ടോ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അശുദ്ധിയിൽ എന്തുകൊണ്ട് ദൈവം അടുത്തു വരുന്നില്ല? അശുദ്ധി. ഈ യോശുവ മഹാപുരോഹിതൻ ദൈവദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവദൂതന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിശാചും അടുത്ത് നിൽപ്പുണ്ട്, സാത്താനും അടുത്ത് നിൽപ്പുണ്ട്. ദൈവത്തോട് യാചിക്കുന്ന കാര്യത്തിന് നന്മ കൊടുക്കുവാൻ ദൈവം തയ്യാറായിരിക്കുമ്പോൾ, ഈ മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം അതിനെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ, പിശാച് അടുത്ത് വന്നിട്ട് ദൈവത്തോട് ഈ യോശുവ എന്ന മഹാപുരോഹിതനെ കുറിച്ച് കുറ്റം പറഞ്ഞു. എന്താണ് പറഞ്ഞ കുറ്റം എന്നറിയാമോ? ഇവന്റെ വസ്ത്രം അശുദ്ധമാണ്, ഇവന്റെ വസ്ത്രം അശുദ്ധമാണ്, ഇവന്റെ വസ്ത്രം അശുദ്ധമാണ്. രാവിലെ എടുത്തിട്ട് കുപ്പായം പലയിടത്തും പോയി ഇച്ചിരി അഴുക്കൊക്കെ ആയിരിക്കും. അതൊന്ന് സഹിച്ചുകൂടെ? യോശുവ മഹാപുരോഹിതനും അങ്ങനെയായിരിക്കും. ഒത്തിരി ഇടത്ത് ആ കുപ്പായം ഇട്ടുകൊണ്ട് ഓടി നടന്നു കാണും. ഇപ്പൊ ദൈവസന്നിധിയിൽ വന്ന് നിന്നപ്പം ആ സമയം കിട്ടിക്കാണൂല. ഇത്തിരി അഴുക്കിരുന്നെന്നും പറഞ്ഞ് അതൊക്കെ അല്ലേ? അതല്ല യോശുവ മഹാപുരോഹിതന്റെ വസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത്, ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവനിൽ അശുദ്ധിയുണ്ട്. ഹല്ലേലൂയ. തമ്പുരാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? പിശാച് കുറ്റം ചുമത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം, ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ടിപ്പ് ഞാൻ രാവിലെ പറഞ്ഞോളൂ. ഈ ഷുഗർ കുറയാൻ നമുക്ക് ടിപ്പുണ്ട്. ഷുഗർ കുറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ ടിപ്പുണ്ട്. BP കുറയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ടിപ്പുണ്ട്, അല്ലേ? മുരിങ്ങയില വെള്ളം, പിന്നെ ആ വെള്ളം, ഈ വെള്ളം, പിന്നെ ഷുഗർ കുറയ്ക്കാൻ അങ്ങനെ കുറേ വെള്ളം, അല്ലേ? ഷുഗർ കുറഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കും, അങ്ങനെ. ഇതൊരു ടിപ്പാണ്. നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നീ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന നന്മ നിനക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? കർത്താവിന്റെ സന്നിധി നമ്മൾ പറയും, കർത്താവേ, എത്ര വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര കാലം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തേ നീ തരുന്നില്ല? കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, മുട്ടുകളിൽ നിന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. കാരണം പിശാച് ദൈവത്തിന്റെ അടുത്ത് നിന്നിട്ട് പറയാണ്, അവനിൽ അശുദ്ധിയുണ്ട്, അവളിൽ അശുദ്ധിയുണ്ട്. കുറച്ച് നേരത്തെ കൂടെ വാഗൊണ്ട് വേണ്ടാതെന്ന് പറഞ്ഞേ ഉള്ളൂ, വേണ്ടാത്തടുത്ത് കാലുകൊണ്ട് നടന്നു പോയേ ഉള്ളൂ, വേണ്ടാത്തതൊക്കെ ഈ കണ്ണുകൊണ്ട് കണ്ടേ ഉള്ളൂ, വേണ്ടാത്ത വർത്താനമൊക്കെ ഈ കാതുകൊണ്ട് കേട്ടേ ഉള്ളൂ. അവൻ എന്റെ ആളാണ്, നിന്റെ ആളല്ല. കാരണം അവനിൽ വസിക്കുന്നത് പാപമാണ്, അശുദ്ധിയാണ്. യോശുവ മഹാപുരോഹിതനെ കുറിച്ച് പിശാച് പറഞ്ഞത്, അവന്റെ വസ്ത്രം അശുദ്ധം. ദൈവം എന്തെന്നറിയാമോ? അവന്റെ വസ്ത്രം മാറ്റിയിട്ട് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ പറഞ്ഞു. മീൻസ് അവനെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. പിശാചിനെ പിന്നെ അവിടെ കണ്ടില്ല. ദൈവം നിന്നിൽ വസിക്കണമോ? ദൈവം നിന്നിൽ നിന്റെ പ്രാർത്ഥന കേൾക്കണമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കണമോ? വിശുദ്ധിയുള്ള ജീവിതം അനിവാര്യം. ഹല്ലേലൂയ. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ ജഡം കൊണ്ട് ചെയ്യുന്ന അശുദ്ധികൾ എണ്ണി ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ അശുദ്ധിയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ, നീ വന്ന് എന്നിൽ വസിക്കണമേ. നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അറിയാമോ? നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, പരസ്പരം നോക്ക്. കണ്ട, അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. പിന്നെ എന്തിന് പരസ്പരം പിണക്കം? പിന്നെ എന്തിന് പരസ്പരം വഴക്ക്? പിന്നെ എന്തിന് പരസ്പരം അംഗീകരിക്കാതിരിക്കുന്നു? നിങ്ങൾ കാണുന്നത് അടുത്തിരിക്കുന്ന ഈ നിത്യസുവിശേഷകന്റെ ജഡശരീരം അല്ല, അതിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഭാരത സംസ്കാരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമുണ്ട്. ആരെ മുഖാമുഖം കാണുമ്പോഴും ഇത് കയ്യും കൂപ്പി നമസ്തേ. അതിന്റെ അർത്ഥം എന്താണ്? പറ. നിന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. ഇതുള്ള നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നിട്ടും ഒരു ബോധമില്ലാതെ പകയും വിദ്വേഷവും അസൂയയും വച്ച് പരസ്പരം കണ്ടുകൂടാതെ വണ്ണം, കണ്ണ് കീറിയ കണ്ടുകൂടാതെ വണ്ണം ജീവിതം നയിക്കുന്നു. അംഗീകരിക്കുക, പരസ്പരം മനസ്സിലാക്കുക. വിദ്വേഷവും പണക്കവും പിഴയും എല്ലാം ഉപേക്ഷിക്കുക. നീ കാണുന്ന ഓരോ വ്യക്തിയിലും ദൈവം വസിക്കുന്നു. അവർ ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? അടുത്ത് പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ
ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരത്തെ നീ നശിപ്പിക്കുന്നുവോ, നിന്നെ ദൈവം നശിപ്പിക്കും. ആലയത്തിനെതിരായി ആര് നിന്നാലും അവനെ സന്ദർശിക്കും, ന്യായം വിധിക്കും സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആലയത്തിനെതിരായി ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്, ഒരു വാക്കുപോലും പറയരുത്, ഒരു വാക്കുപോലും പറയരുത്. ഹല്ലേലൂയ. ഇതൊന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളണം, ഉൾക്കൊണ്ടേ മതിയാവും. ആലയത്തിനെതിരായി, ദൈവാലയത്തിനെതിരായി ചിന്തിക്കരുത്, നിരൂപിക്കരുത്, പ്രവർത്തിക്കരുത്. ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുന്ന ഇടം. നീ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത്, നീ തിരിഞ്ഞു നിന്ന് നീ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് ദൈവത്തോടാണ്, ശുശ്രൂഷകനോടല്ല, കമ്മിറ്റിയോടല്ല, ഈ ഇരിക്കുന്ന ആരോടുമല്ല, ദൈവത്തോടാണ്. ബോധം വേണം, ബോധ്യം വേണം. ഇത് ദൈവം വസിക്കുന്ന ഇടം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മന്ദിരത്തിനെതിരായി നിന്നാൽ, വചനം പറയുന്നു, എനിക്കല്ല പറയാനുള്ളത്, എനിക്കല്ല പറയാനുള്ളത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. അനുഭവം ഒത്തിരി, അനുഭവം ഒത്തിരി. കൺമുൻപിൽ നമ്മൾ കണ്ടാലും പഠിക്കുന്നില്ല, അല്ലേ? പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും അറിഞ്ഞോ അറിയാതെയോ പഴയത് തന്നെ ചെയ്യുന്നു. നിർത്തുക, നിർത്തുക, നിർത്തുക. ദൈവത്തോട് അടുത്ത് വരിക, ഏറ്റു പറയുക, മുഴങ്കാല വീട് കരയെ ദൈവത്തോട് പറ. അറിഞ്ഞോ അറിയാതെയോ നിന്റെ ആലയത്തിനെതിരെ, നീ വസിക്കുന്ന ഇടത്തിനെതിരെ ഞാൻ പ്രവർത്തിച്ചത്, ചിന്തിച്ചത്, സംസാരിച്ചത്, ചെയ്തത് പുറത്തു തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 1. 2, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ ദൈവം വസിക്കുന്നു. നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുന്ന ഓരോ അനുഭവങ്ങളും ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ശരീരമാകുന്ന മന്ദിരത്തെ നീ മദ്യപാനം കൊണ്ട്, ലഹരി കൊണ്ട്, വെറിക്കൂത്തുകൊണ്ട്, ഈ ലോകത്തിന്റെ ഭോഗേച്ഛ കൊണ്ട് നീ നശിപ്പിച്ചാൽ തമ്പുരാൻ തന്നെ സന്ദർശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ദഹിപ്പിക്കുന്ന തീയാണ്, പാപത്തെ സന്ദർശിക്കുന്നവനാണ്. എന്നാൽ അവൻ മഹാകരുണയും ദീർഘക്ഷമയും ഉള്ളവനാണ്. ആർക്ക്? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ വിനയപ്പെടുന്നവന്. ഹല്ലേലൂയ. പാപത്തെ പച്ചവെള്ളം കഴിച്ചുകൊണ്ട് ജീവിക്കരുതേ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് അടുത്തുവാ. നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ മദ്യപിച്ച് നീ നശിപ്പിക്കരുതേ. ലഹരിയുടെ അനുഭവങ്ങളെ ഉപയോഗിച്ച് നീ നശിപ്പിക്കരുതേ. എന്നെ കേൾക്കുന്ന യുവാവേ, പ്രിയ പിതാവേ, പ്രിയമുള്ളവരെ, നിന്റെ ശരീരത്തിൽ വസിക്കേണ്ടുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. പിശാചല്ല. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്ത് ഈ ലോകത്തിന് അനുരൂപരായി പാപം നിന്നിൽ വസിക്കുവാൻ നീ ഇടം കൊടുക്കരുതേ. നീ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിന്നിലേക്ക് അടുത്ത് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിനയപ്പെട. കർത്താവ് പറയുന്നു, കർത്താവ് അപ്പോസ്തലൻ പൗലോസിലൂടെ പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോയാ നമ്മൾ വിശുദ്ധരല്ലേ? വിശുദ്ധരാണോ? പണ്ട് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയും, ഇന്ന ഇടത്തുള്ള വിശുദ്ധർ ഇന്ന ഇടത്തുള്ള വിശുദ്ധരെ വന്ദിക്കും. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, 2025 ആദിമ സഭയുടെ എന്ത് ഗുണമാണ് നമുക്കിരിക്കുന്നത്? എന്ത് ഗുണമാണ് ഇരിക്കുന്നത്? സഭയ്ക്ക് വേണ്ടി പ്രാണം വെച്ചു കൊടുത്ത് നിന്നവരാണ് അവര്. കൊല്ലുന്നെങ്കിൽ കൊന്നോളാന്ന് പറഞ്ഞ് ക്രിസ്തു ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നിന്നവരാണ് അവര്. ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൊന്നാൽ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞാൽ എന്റെ അപ്പന്റെ മടിയിൽ ഞാൻ കണ്ണു തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് ചാവാൻ മടിയില്ലായിരുന്നു. സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്തവരാണ് അവർ. ഇന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇതിനിടയിൽ തിരികെ കയറ്റുന്നത് അനുഭവങ്ങൾ. ഞാൻ ഒന്നും പൊളിച്ചു പറയുന്നില്ല. വ്യക്തമായിട്ട് നമുക്കറിയാം അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അതിന് നിങ്ങൾ ദയവ് ചെയ്ത് ഇടം കൊടുക്കരുത്. ഭിന്നത ഉണ്ടാകരുത്, പക്ഷമുണ്ടാകരുത്. നമ്മള് പൗലോസിന്റെ പക്ഷമെന്നോ അപ്പല്ലോസിന്റെ പക്ഷമെന്നോ കേഫാവിന്റെ പക്ഷമെന്നോ അല്ല ക്രിസ്തുവിന്റെ പക്ഷമെന്നോ പറഞ്ഞ് പക്ഷം പിടിക്കരുത്. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഓരോ അവയവങ്ങളും നിങ്ങൾ ഓരോ അവയവങ്ങളാക്കി ദൈവം വച്ചിരിക്കുന്നു.
വച്ചിരിക്കുമ്പോ നിങ്ങളെ കൈയാക്കി വച്ചിരിക്കുന്നെങ്കിൽ കൈയുടെ ജോലി ചെയ്യേ, കണ്ണാക്കി വച്ചിരിക്കുന്ന കണ്ണിന്റെ ജോലി ചെയ്യേ. ശരീരത്തിന്റെ ഓരോ അവയവത്തിനും ഓരോ ജോലി ഉള്ളതുപോലെ തമ്പുരാൻ ഏത് അവയവമാക്കി ക്രിസ്തു സഭയുടെ ശരീരമാകുന്ന ആ അനുഭവത്തിൽ വച്ചിരിക്കുന്നുവോ അത് മാത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവം വിശുദ്ധൻ, ദൈവം വസിക്കുന്ന മന്ദിരവും വിശുദ്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം AD 70 റോമൻ ചക്രവർത്തി ടൈറ്റസ് തന്റെ സർവ്വ സൈന്യവും കൊണ്ടുവന്ന ഈ യെരുശലേം ദേവാലയത്തിന് ചുറ്റും വലിയ കിടങ്ങ് കുഴിച്ചു, കുഴി കുഴിച്ചു. യെരുശലേം ദേവാലയത്തിന് ഈ യഹൂദന്മാര് പള്ളിക്ക് വേണ്ടി, ആലയത്തിന് വേണ്ടി പ്രാണം കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. അവരെല്ലാവരും ദൈവാലയത്തിൽ വന്ന് കുടിയേറി കിടന്നു. അവര് പുറത്തു പോയി ഭക്ഷണം വാങ്ങാതിരിക്കാനും ആഹാരം കൊള്ളാതിരിക്കാനും പുറത്ത് വലിയൊരു കിടങ്ങ് ഒഴിച്ച് സൈന്യത്തെ നടത്തി. ഇവർ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ആരോഗ്യം ക്ഷയിച്ച് പലരും മരിച്ചു. പല ശവങ്ങളും അവിടെ എവിടെയായിട്ട് ആകാശത്തിലെ പറവകൾ കൊത്തുന്നത്, കുഴിച്ചിടാൻ പോലും ആരുമില്ലായിരുന്നു. ഈ സൈന്യത്തെ കൊണ്ടുവന്നിട്ട് ദൈവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ശക്തിയുള്ള മൃഗങ്ങളെ, ആന പോലുള്ള മൃഗങ്ങളെ കൊണ്ടുവന്ന് കെട്ടിവലിച്ച് വലിയ കല്ലുകൾ സങ്കല്പിക്കുവാൻ കഴിയാത്ത, നിങ്ങളെ സെർച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ, ഗൂഗിളിലൊക്കെ അതിന്റെ ഫോട്ടോസ് കിട്ടും. അത്തരം വലിയ കല്ലുകൾ ഈ ഭാരം വലിക്കുന്ന മൃഗങ്ങളെ കൊണ്ടുവന്ന് മാറ്റി തീ വെച്ച് ചുട്ടു. ആലയം പലയിടങ്ങളിൽ സ്വർണ്ണം കൊണ്ട് പൂശിയതാണ്, വെള്ളി കൊണ്ട് പൂശിയതാണ്, താമ്രം കൊണ്ട് പൂശിയതാണ്. തീ വെച്ച് ചുട്ടപ്പോൾ ഇതെല്ലാം ഒഴുകി താഴോട്ട് ഇറങ്ങി, ഈ ബേസ്മെന്റിന്റെ ഇടയിലോട്ടൊക്കെ ഒഴുകി ഇറങ്ങി കേട്ടോ. ഇതെടുക്കാൻ വേണ്ടിയിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാൻ കർത്താവ് പറഞ്ഞതാണ്. അന്ന് നിറവേറണ്ടേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാൻ ഇതെല്ലാം വലിച്ചു പൊളിച്ചു മാറ്റി ഇതെല്ലാം എടുത്തുകൊണ്ടവന്മാര് കൊള്ളയിട്ടുകൊണ്ട് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സ്ട്രക്ചർ, ഒരു ഘടന, അതാണ് ദൈവാലയം എന്ന് പറഞ്ഞിരുന്ന യഹൂദന് ഇന്നും ദൈവാലയമില്ല. വിലാപമതിൽ ആ മതിൽ കൊണ്ട് നെറ്റി, വെസ്റ്റേൺ വാളിൽ നെറ്റി കൊണ്ട് ചേർത്ത് ഇന്നും യഹൂദൻ പ്രാർത്ഥിക്കുന്നു. അവനൊരു ആലയമില്ല. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, സ്ട്രക്ചർ അല്ല ദൈവാലയം. ഹല്ലേലൂയ. ആ ബോധ്യം നമുക്കുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അപ്പോസ്തലൻ പൗലോസ് 6-ാം അധ്യായം 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. 6-ാം അധ്യായം 18 തൊട്ട് വായിക്കുകയാണേ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾക്ക് ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജേഷിനുള്ളതല്ല, നിതിനച്ഛനുള്ളതല്ല, കൊച്ചമ്മയ്ക്കുള്ളതല്ല കേട്ടോ. നിങ്ങൾ ആരും നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നിങ്ങളെ തമ്പുരാൻ തന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. നിങ്ങൾക്കുള്ളവരല്ല, തമ്പുരാനുള്ളവരത്രേ. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിനോട് ബൈ പറയേണ്ടി വരും. ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് അതും ഇതുമൊന്ന് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരും. വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. ചിലതിനോട് നോ പറയേണ്ടി വരും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തമ്പുരാനിൽ മാത്രം ശരണപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരുണ്ട്. സാധു കൊച്ചു ഉപദേശിയെ കുറിച്ച് പഠിക്കും. തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത അരുമ പൈതൽ കൈത്തണ്ടയിൽ ശവശരീരമായി കിടക്കുമ്പോഴും അയാൾ പാടുകയാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ വാങ്ങും. ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാൾക്കറിയാം, ഞാൻ എനിക്കുള്ളവനല്ല, എന്റെ തമ്പുരാനുള്ളതത്രേ. അവിടുന്ന് സ്വന്തം രക്തം കൊടുത്തെന്നെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം പറഞ്ഞുണ്ടാ? അതാ മടുപ്പ് തോന്നുന്നുണ്ടാ? അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടാ? പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെയൊക്കെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഒരിക്കലും ഒരാൾക്കും വിലമതിക്കുവാൻ കഴിയാത്ത തമ്പുരാന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് ആ തമ്പുരാന് വേണ്ടി ജീവിച്ചു തുടങ്ങണം. ആ കർത്താവിന് വേണ്ടി ജീവിച്ചു തുടങ്ങണം. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്
ഹൃദയമാകുന്ന വാതിൽ തുറന്നു തന്നാൽ അവനുള്ളിലോട്ട് പ്രവേശിച്ചിട്ട് അവനോട് ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ തമ്പുരാൻ ഇന്നും നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൻ്റെ പുറത്ത് മഴയും വെയിലും മഞ്ഞും കൊണ്ട് ഒറ്റ നിൽപ്പാണ്. ഒട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കേൾക്കുന്നില്ല. പെയ്ത പേമാരിയെല്ലാം വാങ്ങി സൂര്യൻ്റെ കൊടുംചൂട് ഏറ്റ് മഞ്ഞും തണുപ്പും കൊണ്ട് ഇങ്ങനെ പ്രാകൃതനായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. മുട്ടുമ്പോൾ സൗണ്ട് കേൾക്കണമല്ലോ. നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുന്നു, ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു, ലോകത്തിനുള്ളത് ആഗ്രഹിക്കുന്നു. നമ്മൾ പള്ളിയിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ അത് തരണമേ, അല്ലെ? എന്തെങ്കിലും ഒന്ന് തരണേ തന്നെ പ്രാർത്ഥിക്കുന്നത് തന്നെ. അരി വാങ്ങാൻ കാശില്ല, കാശ് തരണേ. ജോലിക്ക് തടസ്സമാണ്, ജോലി തരണേ, അല്ലേ? വീട് തരണേ, കാറ് തരണേ, അല്ലേ? പറ. അപ്പനോട് ചോദിക്കണം, അപ്പൻ തരും. എല്ലാം ചോദിച്ചോട്ടെ, എല്ലാം ചോദിച്ചു. പക്ഷെ ചോദിക്കേണ്ടുന്നത് നമ്മൾ ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കേണ്ടത്? തമ്പുരാൻ പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിക്കും, തരും. ഹല്ലേലൂയ. കർത്താവ് പറയണത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ യാചിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? എന്തെല്ലാം പ്രാർത്ഥിക്കുന്നത്, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അവരവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ചോദിക്കേണ്ടത് ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. 1 നാഴി അരി 2 നാഴി അരി എന്ന് പറയുമ്പോൾ അളന്നിട്ട് തരത്തില്ല, അളവില്ലാതെ തരും. ഹല്ലേലൂയ. അളവില്ലാതെ തരും, സൗജന്യമായി തരും. ഹല്ലേലൂയ. നീ വില കൊടുക്കണ്ട. ലോകം മുഴുവൻ നേടിക്കൊണ്ട് കാൽപീഡ വച്ചിട്ടും കിട്ടിയ സമ്പത്തൊക്കെ കൊണ്ട് നേർച്ചയായിട്ട് അർപ്പിച്ചിട്ടും നീ ചോദിക്കണ്ട, സൗജന്യമായി തരും. ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പ് സൗജന്യമായിട്ടത്രേ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താലത്രേ. ആ കർത്താവിൻ്റെ മന്ദിരങ്ങളായിട്ട് നമുക്ക് ജീവിതങ്ങൾ നയിക്കാം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാമോ? കർത്താവ് നമ്മോട് ഇടപെടട്ടെ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയാമോ? കർത്താവേ, ഇനിമേൽ ഞാൻ എനിക്കുള്ളവനല്ല, അങ്ങേക്കുള്ളവനത്രേ. പറഞ്ഞു നോക്കിയേ. കർത്താവേ, ഇനിമേൽ ഞാൻ എനിക്കുള്ളവല്ല, നിനക്കുള്ളതത്രേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ.